കണ്ണമൂലയിൽ വിജയിച്ച സ്വതന്ത്രൻ. നമസ്കാരം ശ്രീ രാധാകൃഷ്ണൻ, അഭിനന്ദനങ്ങൾ. നമസ്കാരം. അഭിനന്ദനങ്ങൾ. സന്തോഷം. നേരിട്ട ചോദ്യം, രാധാകൃഷ്ണൻ BJP പിന്തുണയ്ക്കുമോ? കേട്ടൂടാ, പറയൂ. BJP പിന്തുണയ്ക്കുമോ? താങ്കളുടെ പിന്തുണയുണ്ടെങ്കിൽ BJPക്ക് തലസ്ഥാനം ഭരിക്കാം. അല്ല, ഞാനേ കണ്ണമൂലൊരു സാധാരണ മനുഷ്യരെല്ലാം കൂടെയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതേ. അതെ. അപ്പൊ പിന്നെ ഈ 3 മുന്നണികളെ നേരിടുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാൻ നോക്കൂ. വോട്ടർമാരോട് ഒരു 100 ആളുകൾ ക്യാമ്പയിനിൽ നിന്ന് ഒരു 100 ആളുകളുണ്ട്. അവരോടൊപ്പം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുള്ളൂ. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ഒറ്റയടിക്ക് തള്ളിക്കളയുന്നില്ല. പണ്ട് CPM പ്രവർത്തിച്ച ഒരു ചരിത്രം താങ്കൾക്കുണ്ട്. ഒറ്റയടിക്ക് BJPക്ക് വോട്ട് ചെയ്യണോ വേണ്ടെന്നുള്ള തള്ളിക്കളയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്ത് നഗരസഭയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞാൻ ഒപ്പമുള്ള ആളുകളോട് ആലോചിച്ചേ പറയുള്ളൂ. ഇപ്പൊ ഒന്നും ആലോചിച്ചിട്ടില്ല. BJP അകറ്റി നിർത്തുന്നില്ല, തൊട്ടുകൂടായ്മയില്ല. പ്രത്യേകിച്ച് ആ കാര്യത്തിൽ ഒന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം എന്റെ ഒപ്പമുള്ള ആളുകളുടെ ഒരു ഡിസിഷൻ വരണം. അതായത് വാർഡിന് ഗുണകരമാകുമെങ്കിൽ BJP പിന്തുണയ്ക്കും. അല്ലല്ല, എന്നൊന്നും പറഞ്ഞില്ല. താങ്കൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. BJP ഓഫീസിൽ നിന്ന് കോൾ വന്നോ? ഒരു കാര്യം കൂടി സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചോട്ടെ രാധാകൃഷ്ണൻ, താങ്കളെ മേയറായി BJP താങ്കൾക്ക് മേയർ സ്ഥാനം തരികയാണെങ്കിൽ പിന്തുണയ്ക്കുമോ? തൃശ്ശൂരിൽ വർഗീസിനുള്ളത് പോലെ. അല്ലല്ല, ഞാൻ തൃശ്ശൂരിലെ വർഗീസിന്റെ കാര്യവും പറയുന്നില്ല. മറ്റു കാര്യങ്ങളും പറയണമെങ്കിൽ എനിക്ക് എന്റെ ക്യാമ്പയിൻ ടീമുമായിട്ട് ആലോചിക്കണം. അവരെന്ത് പറയുന്നു ആ തീരുമാനം കൃത്യമായി നിങ്ങളെ അപ്പൊ തന്നെ അറിയിക്കും. പുള്ളി വിടാതെ. താങ്ക് യു ശ്രീ രാധാകൃഷ്ണൻ. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ BJPക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. പെട്ടെന്നൊരു വാർത്ത, കോഴിക്കോട് LDF വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. 32 സീറ്റുമായി കോഴിക്കോട് LDF വിജയം ഉറപ്പിച്ചു. ഇനി അത് മാറാൻ സാധ്യതയില്ല എന്ന വിവരമാണ്. ആശ്വാസ ജയം കോഴിക്കോട് കോർപ്പറേഷൻ. തിരുവനന്തപുരത്ത് BJP ആണെങ്കിൽ കോഴിക്കോട് LDF ഏതാണ്ട് ഉറപ്പിക്കുന്നു. 32 സീറ്റ്. ഇനി അത് മാറില്ല എന്നാണ് കോഴിക്കോട് നിന്ന് രഞ്ജിത്ത് പറയുന്നത്. 32 സീറ്റുമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, EM അഗസ്തി സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, ജനവിധി മാനിക്കുന്നു, അരനൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന് എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സമയമായി എന്ന വസ്തുത മനസ്സിലാക്കുന്നുവെന്ന് EM അഗസ്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി EM അഗസ്തി ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. അത് സംസ്ഥാനം മുഴുവൻ UDFന്റെ തരംഗം ആഞ്ഞു വീശിയപ്പോഴും കട്ടപ്പനയിൽ നിന്ന് വിജയിക്കാൻ EM അഗസ്തിക്ക് സാധിച്ചില്ല. അതിനെ തുടർന്നാണ് EM അഗസ്തി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. വൈകാരിക പോസ്റ്റാണ് എന്ന് പറയുന്നു. ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. ഇനി മുതൽ വേദിയിൽ ഉണ്ടാവില്ല, സദസ്സിലുണ്ടാവും, പ്രസംഗിക്കാനുണ്ടാവില്ല, ശ്രോതാവായിരിക്കും എന്നാണ് EM അഗസ്തി പറയുന്നത്. അതേസമയം കട്ടപ്പന നഗരസഭ UDF നിലനിർത്തിയിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, പൊന്നാനി നഗരസഭ LDF നിലനിർത്തി എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. LDF 31 ഇടങ്ങളിൽ, UDF 16 ഇടങ്ങളിൽ, NDA 2 ഇടങ്ങളിൽ. പൊന്നാനി നഗരസഭ LDF നിലനിർത്തിയിരിക്കുന്നു. പൊന്നാനി നഗരസഭ LDF നിലനിർത്തിയിരിക്കുന്നു.